Hey guys, welcome back to our channel. So, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല നാടൻ ഞണ്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞണ്ടിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. സോ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഗോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതിൻ്റെ ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടാലേ ഞാൻ എന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടാലേ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഞണ്ട് വെക്കാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യസ്തമുണ്ട്. നമ്മൾ തേങ്ങ വറുത്തരച്ച രീതിയിൽ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചക്കക്കുരും കൂടെ ഇട്ടിട്ടാണ് ഞണ്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഞണ്ട് വേവിക്കാൻ വേണ്ടി നമ്മളത് ഒരു ചട്ടിയിലേക്ക് ഞണ്ടും അതിൻ്റെ ഒപ്പം പച്ചവളവും കുറച്ച് ഇഞ്ചി പിന്നെ നമ്മൾ കുറച്ച് കുടമ്പുളിയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുകൊണ്ടത്. സോ നമ്മളപ്പോൾ തേങ്ങ വറുത്തരക്കാൻ വേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് ഒരു അരമുറി തേങ്ങയുണ്ട്. അപ്പം ഞാൻ ആ തേങ്ങ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഉള്ളി വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറുകപ്പട്ട കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് നല്ലോണം ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അടി ഒരിക്കലും പിടിക്കാതെ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റ് ബ്രൗണിഷ് ആവണ വരെയും നമ്മൾ ലൈറ്റ് ബ്രൗണിഷ് അല്ല നല്ലൊരു ഡാർക്ക് ബ്രൗണിഷ് ആവണ വരെ നമ്മൾ നല്ലോണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. സോ ഫൈനലി ഇതേ നമ്മുടെ ഡാർക്ക് ബ്രൗണിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് അത്യാവശ്യം വേണ്ട മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും കൂടെ നല്ലതായിരിക്കും. സോ ഗൈസ് ഫൈനലി നമ്മുടെ അരപ്പക്കതേ നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിക്കാൻ വേണ്ടി വെച്ചേക്കണം. അപ്പോൾ ലേശം വെള്ളം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചക്കക്കുരു നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് നല്ലോണം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ വിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തൊണ്ട് പൊളിയും, നമുക്ക് അധികം പാടുപെടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തൊണ്ട് അങ്ങോട്ട് പൊളിഞ്ഞ് പോരും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ശ്രമിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കക്കുരു. നമ്മളപ്പോൾ ചക്കക്കുരും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സ്റ്റോവിൽ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മുടെ ഞണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി അതിനകത്തേക്ക് നമ്മൾ അത്യാവശ്യം വേണ്ട കടുക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി സവാളയൊക്കെ നമുക്ക് നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ആ വെന്ത് വന്ന സവാളയിലേക്ക് തക്കാളിയും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഒരു ലൈറ്റ് ബ്രൗണിഷ് ആവണ വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ലോ ഫ്ലെയിമിലാട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്.
പിന്നെ അതിന് ശേഷം നമ്മളിത് ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ വറുത്തരച്ച തേങ്ങ അതേ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിൽ നമ്മൾ നല്ലോണം പൊടിച്ചതാണത്. അപ്പോൾ നമ്മളിത് അങ്ങനെ തന്നെ നമ്മളിത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ അരപ്പിൽ നമ്മൾ അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമ്മൾ അതും കൂടെ ഒഴിച്ച് ഇത്തിരി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഗ്രേവി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇത്തിരി കൂടെ വെള്ളം കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ദേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ഞണ്ടും കൂടെ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്കത് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. നല്ലോണം തിളയ്ക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ബാലൻസ് ഞണ്ടുകൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ ലാസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരുതേ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എല്ലായിടത്തും മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാട്ടോ ഗൈസ്. സോ ഫൈനലി അപ്പോൾ നമ്മളിതേ വെറുതെ ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് തക്കാളിയൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഞണ്ട്. നമുക്കിനി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. സോ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടാം. എന്നാലേ ഞാൻ എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുള്ളൂ. സോ അടുത്ത വീഡിയോ വരും വരെ ലവ് യു ആൻഡ് ബൈ.